എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ആദ്യത്തെ മിഷൻ ഏറ്റെടുത്ത് അത് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. ഹീറോ ആണെങ്കിൽ കാക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കും. ഇതവന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഡീമൺ സ്ലെയർ കോർപ്പറേഷനിൽ കയറിയിട്ടുള്ള അവന്റെ ആദ്യത്തെ ടാസ്ക്, അവന്റെ ആദ്യത്തെ മിഷൻ. ഹീറോയ്ക്കാണെങ്കിൽ നല്ല എക്സൈറ്റ്മെന്റും ടെൻഷനും അങ്ങനെ എല്ലാം ഉണ്ട്. അവൻ അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സ് എടുത്ത് അണിയാണ്. ബെൽറ്റും ഷൂവും സ്ക്വാഡും എല്ലാം തന്നെ അവൻ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞു. അവൻ റെഡി ആവുന്നതെല്ലാം കൺകുളിർക്കെ അവന്റെ മാസ്റ്റർ കണ്ട് ആസ്വദിക്കും. മാസ്റ്റർ ആണെങ്കിൽ ആ ഡ്രസ്സ് തൊട്ട് നോക്കി പറയും, ആക്ച്വലി ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, മാത്രമല്ല ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ഡ്രസ്സ് നിനക്ക് ഇടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒപ്പം അത് നേടിയെടുക്കാൻ നിന്നെ സജ്ജനാക്കി മാറ്റിയത് ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യവും. ഈ ഡ്രസ്സ് അത് പെട്ടെന്നൊന്നും കീറിപ്പോവില്ല. ഇത് വാട്ടർ പ്രൂഫാണ്. നിനക്ക് എത്ര വലിയ മഞ്ഞിലും ഈ കോട്ട് ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ഇതിനങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. പിഞ്ചുകയോ നിറം മങ്ങുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല. ഒരുപാട് കാലം ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കും ഭയങ്കരമായിട്ട് അതിശയം തോന്നും. അവനും ആ കോട്ടിലൊക്കെ ഒന്ന് തൊട്ട് നോക്കും. അടുത്തതായിട്ട് അവന്റെ മാസ്റ്റർ ഒരു പെട്ടി അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ഒരു ഗിഫ്റ്റ്. ഈ പെട്ടി ഉണ്ടാക്കിയ മരം അത് ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷേ ലൈറ്റ് വെയിറ്റും ആണ്. നിനക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. ഇതിൽ ഒരുപാട് സാധനങ്ങൾ നിനക്ക് ഫില്ല് ചെയ്യാം. വേണമെങ്കിൽ വിശ്രമിക്കാനായിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കാം. ഒരു ഡീമണും അത്ര എളുപ്പത്തിൽ ഈ പെട്ടി തകർക്കാനായിട്ട് കഴിയില്ല. സോ നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് ആ പെട്ടി അവന്റെ തോളിൽ വെച്ച് കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ മാസ്റ്റർ എന്ന പെട്ടിയും പുതിയ കുപ്പായവും യൂണിഫോമും ഒക്കെ ഇട്ട് അടിപൊളിയായി ഒരുങ്ങിക്കഴിഞ്ഞു. അവന്റെ ആദ്യത്തെ മിഷന് വേണ്ടി ഹീറോ ഇപ്പോ അവന്റെ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹവും മേടിച്ച് പതിയെ മുൻപോട്ട് നടന്ന് നീങ്ങുകയാണ്. ഹീറോയുടെ ഉള്ളില് നല്ല ശുഭപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള പ്രശ്നം അത് കണ്ടെത്താനും ആ ഡീമനെ ഇല്ലാതാക്കാനും എനിക്ക് കഴിയും. ഇവിടെ മാസ്ക് മാൻ അപ്പാപ്പ മാസ്റ്ററിനും അതേ ചിന്ത തന്നെയാണ്. അവനെ കൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഹീറോ ആണെങ്കിൽ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ദൃഢനിശ്ചയത്തോടു കൂടെ അങ്ങ് ദൂരെയുള്ള ആ ഗ്രാമത്തിലേക്ക് നടന്നടുക്കുകയാണ്. ആ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ സംസാര വിഷയം ആ ഡീമനെ കുറിച്ചാണ്. അവിടെയുള്ള ഓരോരുത്തരുടെയും മുഖഭാവം അത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും അവരൊക്കെ ആ ഡീമനെ കൊണ്ട് ഒരുപാട് പൊറുതി മുട്ടിയിരിക്കുകയാണെന്ന്. അപ്പോൾ കുറച്ച് സ്ത്രീകള് അവരൊരുമിച്ച് ചേർന്ന് ഇപ്പൊ ദൂരത്തായിട്ട് നിൽക്കുന്ന ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ച് പറയും, കഴിഞ്ഞ ദിവസം ആ ഡീമൻ കൊണ്ടുപോയത് ഇവൻ കല്യാണം കഴിക്കാനിരുന്ന ആ പെൺകുട്ടിയാണ്. അവൾ ശരിക്കും നല്ല സ്വഭാവമുള്ള ഒരു സുന്ദരി പെണ്ണായിരുന്നു. അവരൊരുപാട് സ്നേഹിച്ച് ആഗ്രഹിച്ച് ആണ് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. ആ സമയത്ത് തന്നെ ഡീമൺ അവളെ കൊണ്ടുപോയി. ഗ്രാമത്തിൽ ഇപ്പോ പെൺകുട്ടികൾ തീരെയില്ല. എല്ലാത്തിനെയും ആ ഡീമൺ പിടിച്ചോണ്ട് പോവാണ്. ഇപ്പൊ തന്നെ ഡീമന്റെ ശല്യത്താല് ഗ്രാമം പൊറുതിപൊട്ടി. നമുക്കൊന്ന് മര്യാദയ്ക്ക് പുറത്തു പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ ആരുടെ വീട്ടില് എന്താ സംഭവിക്കാന്നറിയാതെ എല്ലാവരും പേടിച്ചു കഴിയാണ്. ഇങ്ങനെ പോയാൽ നമ്മളെല്ലാവരും മരിക്കും. ആ ഡീമന്റെ കൈകൊണ്ട് പെൺകുട്ടികൾ മാത്രമായിരിക്കില്ല, നമ്മളെപ്പോലുള്ള ബാക്കിയുള്ള എല്ലാവരും മരണപ്പെടും. ആ പയ്യനാണെങ്കിൽ ഒരുപാട് വിഷമത്തില് മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരും. അവളുടെ അച്ഛൻ അവനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം അടിക്കും. ആക്ച്വലി ഇവർ രണ്ടുപേരും തലേ ദിവസം ഒരു ഡേറ്റിന് വേണ്ടി പുറത്തു പോയിരുന്നു. ആ സമയത്താണ് ഡീമൺ അവളെ മാത്രം പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്ത് കൊന്ന് തിന്നു കളഞ്ഞത്. ആ കലി മുഴുവൻ ഇപ്പോ അവളുടെ പപ്പ അവന്റെ ദേഹത്ത് തീർക്കും. കാര്യം മനസ്സിലാക്കി ഹീറോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൊണ്ടാവുന്ന വിധത്തിൽ അവനെ സമാധാനിപ്പിക്കും. അതിനുശേഷം നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലം അതെനിക്ക് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ഹീറോ ചോദിക്കും. അവനും ഇപ്പൊ ഹീറോയെ കൂട്ടി ആ സംഭവ സ്ഥലത്തേക്ക് പോവാണ്. ഹീറോ ആ സ്ഥലത്തേക്ക് വന്ന് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി അന്വേഷിക്കും. അതിനുശേഷം സ്മെല്ല് ചെയ്ത് നോക്കും. അവന് ഒരു ഡീമൺ സ്മെല്ല് കിട്ടും. ഹീറോ ആണെങ്കിൽ ആ സ്മെല്ല് കിട്ടിയ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കി ആ ഗ്രാമത്തിലൂടെ ചുറ്റി നടക്കും. ഇപ്പൊ സമയം വൈകുന്നേരമായി. കട്ട് ചെയ്ത ആ ഗ്രാമത്തിലെ ഒരു വീട് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി അവൾ കിടക്കാനായി അവളുടെ റൂമിലേക്ക് കടന്നു വരും. അപ്പ അവളുടെ തൊട്ടു മുൻപില് കറുത്ത ഒരു ഷാഡോ പോലെ എന്തോ ഒന്ന് അങ്ങനെ മറഞ്ഞു പോവും. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ സമാധാനത്തിൽ കണ്ണടച്ച് കിടക്കുകയാണ്. അടുത്ത നിമിഷം അതങ്ങനെ ഉയർന്നു വന്ന് അതിന് രണ്ട് കൈ ഉപയോഗിച്ച് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അവളെ അവിടുന്ന് കൊണ്ടുപോകും. മറ്റൊരു ഭാഗത്ത് ടാഞ്ചറോയ്ക്ക് ഇപ്പോ ഒരു ഡീമന്റെയും ഒരു പെൺകുട്ടിയുടെ സ്മെല്ല് കിട്ടും. അവൻ ആ സ്മെല്ല് സെൻസ് ചെയ്ത് അതിന്റെ പിന്നാലെ പോവാണ്. ഹീറോ ആണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുമ്പോ അവിടെ മാർക്ക് ചെയ്യും. അതിനുശേഷം അവന്റെ സ്ക്വാഡ് അവിടേക്ക് കുത്തിയിറക്കും. നമ്മൾ മുൻപ് കണ്ട ആ കറുത്ത ഡീമന്റെ പാർട്ട് അതിപ്പോ പുറത്തേക്ക് വരും. മാത്രമല്ല ആ പെൺകുട്ടിയുടെ കൈയും പുറത്തേക്ക് വരികയാണ്. ഹീറോ ആ കൈ പിടിച്ച് സർവ്വശക്തിയിൽ പുറത്തേക്ക് ആഞ്ഞു വലിക്കും.
ഹീറോ അവളെ മുഴുവനായിട്ടും ഇപ്പൊ വലിച്ചു പറിച്ച് മുകളിലേക്ക് എടുക്കും. മാത്രമല്ല ആ ഡീമണും പുറത്തേക്ക് വരും. ഹീറോയെ കൊണ്ട് പറ്റും പോലെ അവൻ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഡീമനെ അറഞ്ചം പുറഞ്ചം വെട്ടും. ആ ഡീമൻ ആണെങ്കിൽ അതിന്റെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് ആ കറുത്ത സാധനം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ശബ്ദം കേട്ട് അവിടേക്ക് വന്ന ആ പയ്യന്റെ കയ്യിൽ ഇപ്പോ ഹീറോ ആ പെൺകുട്ടിയെ കൊടുക്കും. അതിനുശേഷം വീണ്ടും അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം, ആ ഡീമനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ആ ഡീമന്റെ തൊട്ടു പിന്നാലെ ഇപ്പോ മറ്റ് 2 ഡീമൻസ് കൂടെ അവിടേക്ക് വന്ന് ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ അവന്റെ മാസ്റ്റർ പറയും, നിന്റെ സഹോദരിയെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റൂ. ദ ഫസ്റ്റ് ഡീമൻ സാക്ഷാൽ മൂസാൻ. അവൻ വിചാരിച്ചാലേ നിന്റെ സിസ്റ്ററിനെ ഇതുപോലെ ഒരു സാധാരണ ഹ്യൂമനാക്കി മാറ്റാൻ പറ്റൂ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ നിർത്താതെ ആ 3 ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യും. 2 ഡീമൻസിനെ ഹീറോ നന്നായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കും. അവറ്റുകൾ രണ്ടും അവരുടെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് അവിടുന്ന് ഇൻവിസിബിൾ ആവും. അതിലൊരു ഡീമൻ ഇപ്പൊ ഹീറോട് പറയും, മര്യാദയ്ക്ക് ആ പെൺകുട്ടി എനിക്ക് തരുന്നതാണ് നല്ലത്. അങ്ങനെ തരികയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അവള് ഞങ്ങളുടെ ഇന്നത്തെ ഇരയാണ്. അവളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പ്രതികാരം തീർക്കുന്നത് നിന്നോടും ആ പയ്യനോടും ഒക്കെ ആയിരിക്കും. എനിക്ക് പെൺകുട്ടികളുടെ ബ്ലഡും മാംസവും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെ എനിക്ക് തിരികെത്താ. ഉടനെ ആ പയ്യനാണെങ്കിൽ ആ ഡീമനോട് പറയും, ആ റെഡ് റിബൺ കെട്ടിയ പെൺകുട്ടി അവളെ എനിക്ക് തിരികെ തരുമോ? അതിനാവും പറയും, ഓ അവളോ? അവൾ ഇന്നലെ എൻ്റെ ഡിന്നറായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അവളിപ്പോൾ ജീവനോട് കൂടെ ഇല്ല. അവളുടെ ഒരു പൊടി പോലും ബാക്കിയില്ല. ഹീറോ ഇത് കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ടൈമിൽ ബാക്കി 2 ഡീമന്മാർ, മുൻപ് കണ്ട ആ 2 ഡീമന്മാര് അവറ്റകൾ അങ്ങനെ ചാടി വന്ന് ഇപ്പൊ ഹീറോയായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഹീറോയ്ക്കാണെങ്കിൽ അവറ്റകളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഉടനെ അവൻ ആ ബോക്സ് തുറക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ബോക്സിൽ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ടൊസുക്കോ. അവൾ പുറത്തേക്ക് ചാടി വന്ന് ആ ഡീമണിൽ ഒരുത്തന്റെ തലയിൽ ചവിട്ടി തെറിപ്പിക്കും. ആ ഡീമൺസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് അവളെ കണ്ട് ഷോക്കാവും. ഒരിക്കലും ഒരു ഡീമൺ മറ്റൊരു ഡീമനെ അറ്റാക്ക് ചെയ്യില്ല. മാത്രമല്ല അവർക്കൊരിക്കലും മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ആയിട്ടൊന്നും സാധിക്കില്ല. ആ 3 ഡീമൺസും ഷോക്കായിട്ട് ഇപ്പൊ അങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. ഇവിടെ നമ്മുടെ ടെസുക്കോ അവള് ആ പയ്യനെയും അവന്റെ കയ്യിലുള്ള ആ പെൺകുട്ടിയെ നോക്കും. അവർ 2 പേരെയും കാണുമ്പോൾ മരിച്ചുപോയ തന്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും അവൾക്ക് ഓർമ്മ വരും. അവൾ ആ 2 പേരുടെയും മുഖത്ത് പതിയെ തലോടും. ആ പയ്യനാണെങ്കിൽ നല്ല പേടിയാവും. കാരണം അവളുടെ ഡീമനാണ്. അവനാണെങ്കിൽ പതിയെ അവളെയും കൊണ്ട് പുറകിലേക്ക് തെന്നി മാറും. അവൾ അപ്പോഴും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഉടനെ ഡീമൻസ് ആണെങ്കിൽ വീണ്ടും വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട നമ്മുടെ പെൺകൊച്ച് അവളുടെ കാലുമടക്കി അതിന്റെ തലയ്ക്കൊരൊറ്റ അടി. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.